ഹിദായത്തുള്ള അവള് ഇവള് എന്നൊക്കെ നിന്നെ തൂറിയിട്ട ഒരുത്തി ഉണ്ടാകുമല്ലോ, അവള് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവളെ പോയി വിളിക്കണം. അതായത് നിന്റെ തള്ളയെ, കേട്ടോ. സാധാരണ എല്ലാവരെയും പ്രസവിക്കുന്നത് പോലെ നിന്നെ പ്രസവിച്ചിടാനൊന്നും സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ നിന്റെ വായിൽ കൂടെ ഇത് വരില്ല. അപ്പോൾ മിക്കവാറും നിന്നെ അങ്ങനെ ചെയ്തിടാനാണ് സാധ്യത. അതുകൊണ്ട് അവിടെ പോയിട്ട് വേണം നിന്റെ ഇത്തരം കസർത്തുകളൊക്കെ പറയാൻ, ഇങ്ങോട്ട് പറയണ്ട, കേട്ടോ. ശരി, ലോകം അവസാനിക്കാനായല്ലോ. പോയി സുബ്ഹാനല്ലാഹ് പറഞ്ഞൊരു മൂലയ്ക്ക് പോയി ഇരിക്കടാ, പോടാ. എന്റെ ലൈവിൽ വന്നാ നീ പടച്ചോൻ ചോദിക്കുമ്പോ എന്തോ പറയൂടാ, നിന്നെ ആരാടാ ഇങ്ങോട്ട് വിളിച്ചത്? എന്തിനാടാ സമയം നീ വെറുതെ കളയുന്നത്? പോയി സുബ്ഹാനല്ലാഹ് പറഞ്ഞൊരു മൂലയ്ക്ക് പോയി ഇരിക്കടാ, പോടാ. നിന്നെ ഇങ്ങോട്ട് ആരെങ്കിലും വിളിച്ചോ? അതാ രാജീവ് പറയുന്നുണ്ട് നിനക്ക് ഉത്തരം. മദ്രസ പൊട്ടന്മാരായിട്ടുള്ള ഉസ്താദ് അപ്പി, നിന്റെ ഔറത്തതാ വെളിയിൽ കിടക്കണ്. അതെ അതെ, ചെല്ല് ചെല്ല്. ശരി ശരി. അതിന് ഹിദായത്തുള്ളക്ക് അക്ഷരം അറിയാവിടെ? അക്ഷരം അറിയാമെങ്കിൽ പോയി സൂറത്തുൽ ഫാത്തിഹയെങ്കിലും മര്യാദയ്ക്ക് വായിക്കടാ, പോടാ. എന്നിട്ട് വാടാ, എന്റെ നബി അങ്ങനല്ല, എന്റെ നബി ഇങ്ങനല്ല എന്നൊക്കെ ധൈര്യമായിട്ട് വന്ന് പറയടാ, ചെല്ല്. ജോസമാഷിന്റെ കയ്യും കാലും എടുത്തത് ഖുർആൻ അനുസരിച്ചാണോടെ? നബിയുടെ പേര് പറഞ്ഞത് കൊണ്ടല്ലേ അയാളുടെ കയ്യും കാലും എടുത്തത് എന്ന് ന്യായീകരിച്ച് ഇസ്ലാമിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന വിപ്ലവ സിംഹങ്ങൾ വരൂ ഇപ്പോ. എന്നിട്ട് നമ്മുടെ മദനിയെ പോലെയുള്ള കൊടും ഭീകരന്മാര് വന്നിട്ട് പറയും, അവന്റെ കൈയല്ല എടുക്കേണ്ടത്, കാലല്ല എടുക്കേണ്ടത്, തലയായിരുന്നു. തലയെടുത്തിട്ട് ചുമ്മാ വയ്ക്കരുത് മക്കളെ, ഫുട്ബോൾ തട്ടുന്നത് പോലെ അന്തരീക്ഷത്തിലിട്ട് അവന്റെ തല ഫുട്ബോൾ തട്ടുന്നത് പോലെ തട്ടി കളിക്കണമെന്ന്. എന്നിട്ട് അവനിപ്പോ എവിടെ? അള്ളാഹുവിനോടും അവന്റെ ദൂതനോടും പോരാടുകയും. എങ്ങനെയാ? രണ്ടുപേരെയും കാണാനില്ല, രണ്ടുപേരും കള്ളന്മാരാ. രണ്ടും പ്രത്യക്ഷത്തിൽ വരില്ല. ഒരുത്തൻ ശത്തുപൂച്ച്, ഒരുത്തൻ ആകാശത്തിന് പോയിരിക്കുക, പിഴച്ചോനെന്നാ പറയുക. മലക്കുകളാൽ താങ്ങി നിർത്തപ്പെട്ട സിംഹാസനത്തിനകത്ത് പോയിരിക്കുക ആള്. എല്ലാത്തിനും പറ്റുമെന്ന് ആള് പറയുന്നത്. ആളെ കൊണ്ട് ഒരു കാര്യം ഇന്നേ വരെ പറ്റിയിട്ടുമില്ല. ഇവരോട് പോരാടിയാല്, ഇവരോട് ആരാ പോരാടാൻ പോകുന്നത്? വാടാ യുദ്ധത്തിന്, ഇട്ടിക്കാൻ വാടാ, ആരെങ്കിലും പറയുന്നുണ്ടോ? ഇത് എന്തോന്നടേ ഇത്? ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്കുള്ള പ്രതിഫലം. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ അള്ളാഹു വിചാരിച്ചാൽ തടയാൻ പറ്റില്ല. നമ്മുടെ പഠിച്ചവൻ സർവശക്തനാണെന്നല്ലേ നമ്മൾ തള്ളി മറിക്കുന്നത്. അവരെ കൊന്നൊടുക്കണമെന്നതിന് പഠിച്ചവന് പറ്റില്ലേ? ക്രൂശിക്കണമെന്ന് പഠിച്ചവനങ്ങ് ചെയ്താൽ പോരെ? അവരുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി ഛേദിക്കപ്പെടണമെന്ന് ഖുർആൻ പറഞ്ഞതാ. അല്ലെങ്കിൽ നാട് കടത്തണമെന്ന്. ഇതവർക്ക് ഈ ലോകത്തുള്ള ശിക്ഷയാണ്, പരലോകത്ത് വേറെയും വരുമെന്ന്, കനത്ത ശിക്ഷ വേറെ ഉണ്ടായിരിക്കുമെന്ന്. ഈ വാക്യം വായിച്ചിട്ട് കൈപ്പിടിയിൽ കത്തി മുറുക്കിയ ഒരു സവാദുണ്ടല്ലോ, മറന്നു നിങ്ങള്? മറക്കരുത്. ഇതൊക്കെ ഈ ഒരു പുസ്തകവും ഈ ഒരു ഗോത്ര നബിയും കാരണം ഉണ്ടായതാണ്. ഒരു ഗോത്ര നബി ഉണ്ടാക്കിയ കുഴപ്പങ്ങളാണടേ ഇതെല്ലാം. അയാൾ ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യൻ എത്രയോ സമാധാനത്തോടു കൂടി ജീവിക്കുമായിരുന്നു. എത്രയോ കാലങ്ങൾക്ക് മുമ്പേ മനുഷ്യൻ പുരോഗതിയിലാകുകയും ചെയ്യുമായിരുന്നു. എത്ര നേരത്തെ. ഹിദായത്തുള്ളായെ പറഞ്ഞു വിടറേ, അവനൊക്കെ വഴി തെറ്റി വന്നതാണ് ഇങ്ങോട്ട്. ഇവനെയൊക്കെ ആരാണ് ഇങ്ങോട്ട് വിളിച്ചത്? ബല പിടിച്ചവന്മാരെ വലിഞ്ഞു കയറി വരും. അവസാനം നമ്മൾ അടിച്ചിറക്കണം. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഇതുപോലെയുള്ള പണ്ഡിത കോമരങ്ങളായിരിക്കരുത്. ഞാനെന്ത് വസ്ത്രം ധരിക്കണം, ഞാനെന്ത് ഭക്ഷണം കഴിക്കണം, ഞാനെന്ത് പഠിക്കണം, ഞാനെന്ത് ജോലി ചെയ്യണം, എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണം, ഏതു മതത്തിൽ ഞാൻ വിശ്വസിക്കണം, അതോ മതം വലിച്ചെറിയണോ, എന്ത് പ്രചരിപ്പിക്കണം, എന്ത് പറയണം, എന്ത് പറയരുത്, ഇതെല്ലാത്തിനും നമുക്ക് ഈ രാജ്യത്ത് ജനിച്ചപ്പോൾ തന്നെ സ്വാതന്ത്ര്യം കിട്ടിയതാ. നമ്മൾ ജന്മം നൽകിയെന്ന് കരുതി നമ്മുടെ മക്കളെ പോലും നമുക്കൊരു കാര്യവും അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. അതിനുള്ള അവകാശമോ അധികാരമോ സ്വാതന്ത്ര്യമോ നമ്മുടെ മക്കളായി എന്നതുകൊണ്ട് നമുക്കില്ല. വ്യക്തി സ്വാതന്ത്ര്യം എന്താണ് എന്നറിയാത്ത ചില മലരന്മാരുണ്ട്. എനിക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമില്ല.
അവിടെയാണ് വ്യക്തി സ്വാതന്ത്ര്യം എന്ത് എന്ന് മനസ്സിലാക്കാത്തതിൻ്റെ ചിലവരുടെ തകരാറ്. മൗലികമായ സ്വാതന്ത്ര്യം, അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു രാജ്യം, അവിടെ ഒരു ഭരണഘടനയുണ്ട്, അതിൽ ആർട്ടിക്കിൾസ് ഉണ്ട്, അത് പ്രകാരം കുറ്റകൃത്യമാകരുത്. നമ്മുടെ രാജ്യത്ത് എനിക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? ആ സ്വാതന്ത്ര്യത്തിന് ഒരു പരിധിയുണ്ട്. എനിക്ക് സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് കരുതി ആരാൻ്റെ പറമ്പിൽ കയറി സഞ്ചരിക്കാൻ പറ്റില്ല, ആരാൻ്റെ മുറ്റത്തും സഞ്ചരിക്കാൻ പറ്റില്ല. ഒരാൾക്ക് പർദ്ദയിടാം, മുഖം മുഴുവനും മറയ്ക്കാം, നിക്കാബ് ധരിക്കാം. വ്യക്തി സ്വാതന്ത്ര്യമുണ്ടോ അതിനൊക്കെ? മുഖം മൂടുന്ന തരത്തിലുള്ള വേഷം ഇന്ത്യയിൽ വരുമെന്ന് ഭരണഘടന വിഭാവനം ചെയ്യുന്ന സമയത്ത് ഡോക്ടർ അംബേദ്കർ ചിന്തിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അത് ഉൾപ്പെടുത്താത്തത്. അല്ലെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തുമായിരുന്നു. ആളെ തിരിച്ചറിയണം എന്നത് പൊതുമര്യാദയിൽപ്പെട്ടതല്ലേ? ഡോക്ടർക്ക് രോഗിയെ തിരിച്ചറിയണം, അധ്യാപകന് വിദ്യാർത്ഥിയെ തിരിച്ചറിയണം. അതൊരു പൊതു മര്യാദയാ. അതല്ലേ ഹൈക്കോടതിയും പറഞ്ഞത്. ഈ വേഷം മതപരമാണോ? അല്ല. ഖുർആനികമാണോ? അല്ല. നബി പഠിപ്പിച്ചതാണോ? അല്ല. ഇസ്ലാം മതത്തിന്റെ പേരിൽ ഇവർ ബഡ് ചെയ്ത് കയറ്റുന്നതാ ഈ അപരിഷ്കൃതമായിട്ടുള്ള ഗോത്രാചാര രീതികളൊക്കെ. ഇതൊന്നും ഇസ്ലാമികമല്ല. മുഖംമൂടി ധരിക്കുന്നത് ഖുർആനികപരമായിട്ടുള്ള കുറ്റകൃത്യം കൂടിയാണ്. കാരണം ഖുർആൻ പറഞ്ഞതല്ലി തആറഫു, നിങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടി വ്യത്യസ്തമായ ഗോത്രങ്ങളാക്കി നിങ്ങളെ എന്നാ പറയുന്നത്. മനുഷ്യനെ പരസ്പരം തിരിച്ചറിയാനുള്ള ഒരു മാനദണ്ഡമായിട്ടാണ് ഖുർആൻ വസ്ത്രധാരണ രീതിയെ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. മുഖം മൂടിയിട്ട് ആർക്കും ആരുടെ കൂടെയും പൊയ്ക്കൂടെ? ബാലുശ്ശേരി പറയുന്നത് പോലെ എന്ത് കുറ്റകൃത്യവും ചെയ്തൂടെ? കുട്ടികളെ മോഷ്ടിക്കുന്നതടക്കം, സ്വർണ്ണക്കടയിൽ പോയിട്ട് ജുവൽസ് മോഷ്ടിച്ചു കൊണ്ടുവരുന്നതടക്കം എല്ലാ കള്ളത്തരങ്ങൾക്കും ഈ വസ്ത്രം ഒരു മറയായി മാറിയിട്ടില്ലേ? ഗൾഫിൽ നിന്ന് വരുന്നവരൊരു ദ്വാരമുണ്ട്, ശരി, അതിനകത്ത് കുറച്ച് സ്വർണം അടിച്ചു കയറ്റി കൊണ്ടുവരുന്നതും ഈ പർദ്ദയുടെ മറവിൽ തന്നെയല്ലേ? ഇതൊന്നും തർക്കമില്ല ആർക്കും. വ്യക്തി സ്വാതന്ത്ര്യം എന്നത് നിയമം ലംഘിക്കാനുള്ള സ്വാതന്ത്ര്യമല്ല എന്ന് മിനിമം ഒന്ന് മനസ്സിലാക്കണം. ഇതുപോലെ ചാറ്റ് ബോക്സിൽ വരുന്ന ലവന്മാര്, മതന്യായീകരണ തൊഴിലാളികള് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. പർദ്ദ വിഷയത്തിലുള്ള സംവാദം നമ്മൾ നിരന്തരം കേൾക്കുകയാണ്. ഇത് എതിർഭാഗത്ത് ഞാനാണെന്ന് അറിയുമ്പോൾ പല ആളുകളും ചർച്ചയിൽ നിന്നും ഒഴിവാകുക. മത നേതാക്കൾ പല വിഷയങ്ങളിലും ചർച്ചയ്ക്ക് വരും. എതിരാളി ആരാ? അത് ഇന്ന ആളാണ്, ഞാൻ വരുന്നില്ല. മതം പറഞ്ഞിട്ട് അവർക്ക് ന്യായീകരിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നവർക്കറിയാം. കാരണം അവരൊന്ന് പറയും, ഞാൻ 4 തെളിവുകൾ എടുത്തിടും. ജനങ്ങളത് മനസ്സിലാക്കുവാണല്ലോ, ഇവർക്ക് ഉത്തരവുണ്ടാകത്തില്ല. ചില വിവരദോഷവും പൊതുബോധമില്ലാത്ത ആളുകളുമൊക്കെ ഇത്തരം വിവരക്കേടുകൾ അലങ്കാരമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട്. മതസംഘടനകളും ഇത്തരം മതരോഗികളുമല്ലാതെ ഇതിനെയൊന്നും ന്യായീകരിക്കാൻ മുന്നോട്ട് വരില്ല. ഇതൊരു വസ്തുതയാണ്. അവർക്ക് തന്നെ അറിയാം, വെളിവും വെള്ളിയാഴ്ചയും ഒന്നുമുള്ള ഒരു പൊതുസമൂഹത്തോട് ഈ കാലഘട്ടത്തിൽ എല്ലാ വിവരങ്ങളും വിരൽത്തുമ്പിലുള്ള ഈ കാലഘട്ടത്തിൽ ഖുർആൻ ഹദീസും ഒന്നും ഇന്ന് ജനങ്ങളോട് പറയാൻ പറ്റുന്ന ഒന്നല്ല. അവർക്ക് വളരെ നന്നായിട്ട് അറിയാം. ഖുർആനാണെങ്കിലും ഹദീസാണെങ്കിലും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ ഇന്നെടുത്ത് തുറക്കാൻ പറ്റുമോ ജനങ്ങളുടെ മുമ്പിൽ? എവിടെ പറയാൻ പറ്റും? ഒരു പട്ടി വഴിയിൽ ചത്തു കിടന്നാൽ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് അലറുന്നത്ര എളുപ്പമാണോ ഇതൊക്കെ? വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ബുർക്ക ധരിക്കുന്നത് വ്യക്തി സ്വാതന്ത്ര്യമാണ് എന്ന് തട്ടിവിട്ടാൽ പറ്റുമോ? പർദ്ദ ധരിക്കാത്തതിൻ്റെ പേരിൽ വിവാഹബന്ധം വേർപിരിയേണ്ടി വന്ന സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ഇന്നും വീട്ടിലെ സ്ത്രീകളെ അടിമത്വത്തിന്റെ കറുത്ത ചാക്കിനകത്ത് പൊതിയുന്ന ഇവര് പറയുക വ്യക്തി സ്വാതന്ത്ര്യം വേണമെന്ന്. രസകരമാണ് കേട്ടോ. ഈ പെണ്ണുങ്ങളെ ഈ കറുത്ത വേഷത്തിനകത്ത് പിടിച്ച് കുത്തി നിറച്ചിരിക്കുന്നത് അവരുടെ ഭർത്താക്കന്മാരൊക്കെ തന്നെയാണ്. അതിനകത്ത് നിന്നിട്ട് അവർ പറയുകയാണ് മറ്റുള്ളവർക്കും കൂടിയൊക്കെ ഈ ചാക്കിനകത്ത് ഇറങ്ങാനുള്ള വ്യക്തി സ്വാതന്ത്ര്യം വേണോ അത്രേ. അയ്യോ.